നമസ്കാരം. ഇറാനെ കൂട്ടാൻ വേണ്ടി അമേരിക്ക ട്രംപ് ഒരുക്കിയിട്ടുള്ള ഉപരോധം, ഹോർമുസിലൂടെ ഒരൊറ്റ കപ്പലും പോകാൻ സമ്മതിക്കില്ല എന്നുള്ള ഉപരോധം. ആ ഉപരോധം പോടാപുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ചൈനേന്റെ കപ്പൽ പോയി. ഇന്ന് ഇറാന്റെ കപ്പൽ പോയി. ഇറാന്റെ കപ്പൽ കടന്നു പോകുമ്പോഴും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ചൈനയുടേത് കടന്നു പോയപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ ട്രംപ് വിട്ടു. ഇത് നമ്മുടെ കേരളത്തിലെ ചില ആൾക്കാർക്കും ചില മാധ്യമങ്ങൾക്കും മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ പറയുന്നത് കേട്ടു, ഇറാനും അമേരിക്കയും തമ്മിൽ എന്തോ രഹസ്യ ധാരണ എത്തി, അമേരിക്ക, അതായത് ട്രംപ് അടിയറവ് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് വാസ്തവമായിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു മണ്ടത്തരം ട്രംപ് കാണിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എങ്കിലും പരമാവധി ഭീഷണിപ്പെടുത്തി ഇറാനെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ടൈംസ് ഓഫ് ഇസ്രായേലിൽ 3 വാർത്തകൾ വന്നു. ഈ 3 വാർത്തകൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ അധിനിവേശം വെനിസ്വേലയിൽ കാണിച്ചിട്ടുള്ള, അതുപോലെ തന്നെ അവരുടെ എണ്ണയും മറ്റ് സമ്പത്തും ഒക്കെ കൊള്ളയടിക്കാനുള്ള ട്രംപിന്റെ ആഗ്രഹം, ഇറാനിൽ നിന്ന് അങ്ങനെ കൊള്ളയടിച്ചുകൊണ്ട് പോകാനുള്ള, മോഷ്ടിക്കാനുള്ള, അല്ലെങ്കിൽ തട്ടിയെടുക്കാനുള്ള ആ ആഗ്രഹം നടക്കാതെ പോയതിന്റെ ഒരു രോഷം, ആ രോഷത്തിൽ, ആ നിരാശയിലാണ് ട്രംപും. അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇറാനെ എങ്ങനെയൊക്കെ അടിച്ചിട്ടും വലിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ച് നാശത്തിന്റെ പടുകുഴിയിലേക്ക് എത്തി നിൽക്കുന്ന ഇസ്രായേലും. ഇത് കണക്ക് കൂട്ടുമ്പോൾ എന്തായാലും ഇവർക്ക് നിരാശ ഉണ്ടാകാതിരിക്കില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള വാർത്ത, എത്രയും നാളും ഇസ്രായേൽ പുറത്തുവിടാതിരുന്നത് മൊസാദിന്റെ ആസ്ഥാനം അന്ന് അടിച്ച് തകർത്തിരുന്നുവെന്നും ആയിരക്കണക്കിന് ആൾക്കാർ, 1500 ആൾക്കാർ കൊല്ലപ്പെടാൻ സാധ്യത ഉണ്ട് എന്നൊരു വാർത്ത വന്നിരുന്നു. അതൊരു സ്ഥിരപ്പെടുത്തിയ വാർത്തയായിട്ട് ഇസ്രായേലിൽ നിന്ന് കിട്ടിയിട്ടില്ല. മറ്റു ചില പാശ്ചാത്യ മാധ്യമങ്ങളും ചില ചാനലുകളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതൊക്കെ ഇറാൻ കൊടുത്ത സംഭാവനകളാണ്. അപ്പോൾ ഇസ്രായേലിന് കൊടുക്കുന്ന സംഭാവനകളും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വാങ്ങിക്കൂട്ടുന്ന സംഭാവനകളും നിരാശ ഉണ്ടാകാതിരിക്കില്ലല്ലോ. അമേരിക്കയുടെ ഭീഷണിക്ക് മുമ്പിൽ ഇറാൻ മുട്ടുമടക്കും, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സൈനിക കരുത്തിന് മുന്നിൽ ഇറാൻ അടിയറവ് പറയും എന്ന് കരുതിയിരുന്ന ലോകരാഷ്ട്രങ്ങൾക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും തെറ്റുപറ്റി എന്ന കഴിഞ്ഞ 10-40 ദിവസങ്ങൾ കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് വന്നിട്ടുള്ള പ്രധാന വാർത്ത ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ അത് നീട്ടേണ്ടതില്ല എന്ന്. അതായത് അമേരിക്കയുടെ വക അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ ഒരു 2 ദിവസങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് ട്രംപ് ഭീഷണി മുഴക്കാണ്. അത് ആ ഭീഷണി യുദ്ധം തുടങ്ങി 2ാമത്തെ ദിവസം മുതലുണ്ട്. ആദ്യം 4 ദിവസം കൊണ്ട് തീർത്തു കളയെന്ന് പറഞ്ഞു, പിന്നീട് യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞു, പിന്നെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവസാനം ഹോർമൂസ് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു, പിന്നെ ഹോർമൂസിലൂടെ എണ്ണയും കൊണ്ട് വണ്ടി കടത്തിവിടണമെന്ന് പറഞ്ഞു, പിന്നെ ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ട്, പിന്നെ അവസാനം പുതിയ വെടിനിർത്തൽ പറയുന്നുണ്ട്. ആ വെടിനിർത്തലിനിടെ വീണ്ടും അടി വരുന്നുണ്ട്. ഇതിനിടയിൽ അമേരിക്കന്റെ ഫ്ലൈറ്റുകൾ വീഴുന്നുണ്ട്, ഡ്രോണുകൾ വീഴുന്നുണ്ട്, വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇപ്പുറത്ത് നെതന്യാഹു വെടിനിർത്തി അധികാരം ഒഴിയാൻ കാത്തു നിൽക്കുകയാണ്, ജയിലിലേക്കുള്ള വഴി തുറന്നു വെച്ചേക്കാണ് അവിടെ. അത് ഇപ്പൊ 2 കൂട്ടരും സത്യത്തിൽ പെട്ടിരിക്കുകയാണ്. ഇറാൻ അവർക്കൊരു രക്ഷകനാകുമെന്നാണ് കരുതിയത്. ഇറാന്റെ എണ്ണയും അതുപോലെ ഇറാന്റെ സമ്പത്തും എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് വെനിസ്വേലയിൽ കാട്ടിയതുപോലെ, ഇറാൻ ഒരു വലിയ രാജ്യമാണല്ലോ, അമേരിക്കൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ട്രംപ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ട്രംപിന് തൽക്കാലം അമേരിക്കൻ സമ്പത്ത് കൂട്ടിയതിന്റെ, അല്ലെങ്കിൽ അമേരിക്കൻ അപ്രമാദിത്വം മറ്റുള്ളവർ മണ്ടയിൽ അടച്ച് ഏൽപ്പിച്ചു കൊടുത്ത് ഇറാനെ അടിമയാക്കിയതിൽ ഒരുപക്ഷെ ട്രംപ് വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് പിടിച്ചേക്കാൻ പറ്റും. പക്ഷെ വന്നു കയറിയത് പുലിമടയിലായിപ്പോയി. 40 വർഷം ഉപരോധത്തിലേക്ക് പോയിട്ടുള്ള രാജ്യം ആ 40 വർഷം അവിടെ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇസ്രായേലും അമേരിക്കയും വൈകിപ്പോയി, ട്രംപും വൈകിപ്പോയി. അതാണ് അതിന്റെ ഒരു പ്രധാന കാരണമായിട്ടുള്ളത്. എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടും അതേപോലെ സൈനികമായിട്ടും കൂടുതൽ കരുത്തായി മാറുന്നതാണ് കാണുന്നത്. ഇവിടെയാണ് ട്രംപിനും ഇസ്രായേലിനും തെറ്റുപറ്റിയത്. ഇറാഖിന്റെ പതനത്തിന് ശേഷം, അതായത് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച് നാശപ്പെടുത്തിയതിനു ശേഷം അടുത്ത അടി തങ്ങൾക്കാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന ഇറാൻ അന്നു മുതൽ ആയുധം സംഭരിച്ചിരുന്നു. അവരുടേതായ ടെക്നോളജിയിൽ അതിനുള്ള വിദ്യാഭ്യാസം അവിടെ ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ആയുധങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ആയുധശേഷിയെ കവച്ചു വെക്കുന്ന രീതിയിൽ, അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിന് ഭീഷണിയാകുന്ന രീതിയിലുള്ള ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. 40 കൊല്ലമായിട്ട് ഉപരോധത്തിലാണ്. ആരോടും വേറെ ഇടപാട് നടത്തേണ്ട ആവശ്യമില്ല, സൈനികമായ കരാറുകളില്ല, മറ്റൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം. ആ ഒരു പ്രതിരോധമാണ് സത്യത്തിൽ ഇറാനെ വൻശക്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോ റഷ്യ പോലും
ആ യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇറാന്റെ ഡ്രോണുകളാണ്, ഇറാൻ കൊടുത്തിട്ടുള്ള ഡ്രോണുകളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആയുധം വിൽക്കാനും കൂടിയുള്ള ശേഷി ഇറാൻ കൈവരിച്ചിട്ടുണ്ട്. അവരുടെ ടെക്നോളജി അത്രത്തോളം വലുതാണ്. ഏതായാലും ട്രംപ് ഇറാന്റെ മണ്ടയിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭീഷണികൾ അത് എവിടെയും ഏൽക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ ഇതിനിടയിൽ ഇസ്രായേലിന് ചില പറ്റുകൾ പറ്റുന്നുണ്ട്. അത് ഇസ്രായേലിന്റെ നിലപാടെന്ന് പറയുന്നത് ലെബനോനുമായിട്ടുള്ള ഇറാന്റെ ബന്ധമാണ്. അതായത് ചർച്ചകളിൽ ലെബനോനെ കൊണ്ടുവരാൻ പാടില്ല. ഇറാന്റെ പരമാധികാരത്തെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ ഇറാന്റെ ലക്ഷ്യത്തെ സാധൂകരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലെബനൻ അടക്കമുള്ള രാജ്യങ്ങൾ അവർക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അവർക്ക് വേണ്ടി കൂടി ശബ്ദിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇറാന്റെ കരുത്തിനെ എങ്ങനെയും തകർക്കണം, ഇറാൻ എന്ന രാജ്യത്വത്തിനെ തകർക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്ന് ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അകത്ത് തകർന്നുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വാർത്ത നമുക്കറിയാലോ, ഇസ്രായേലിൽ പട്ടാളക്കാരില്ല. പെട്ടെന്ന്, അതായത് 40 ദിവസം മുമ്പ് യുദ്ധം തുടങ്ങുമ്പോൾ ഇസ്രായേൽ ആവശ്യത്തിന് പട്ടാളക്കാരുണ്ടായിരുന്നു. എന്നാൽ അത് ഏകദേശം 1 മാസം ആകുന്ന സമയത്ത് ഇസ്രായേലിൽ നിന്ന് തന്നെ പുറത്തോട്ട് വരുന്നു പട്ടാളക്കാർ ആവശ്യത്തിനില്ല എന്ന്. എന്നാൽ അവരുടെ പട്ടാളക്കാർ ആരും കൊല്ലപ്പെട്ടിട്ടുമില്ല, പരിക്ക് പറ്റിയിട്ടുമില്ല. വളരെ കുറഞ്ഞ ആൾക്കാർ, 10-12 പട്ടാളക്കാർ മാത്രം കൊല്ലപ്പെട്ടു. അതുപോലെ 100-200 പട്ടാളക്കാർക്ക് മാത്രം പരിക്ക് പറ്റി. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പട്ടാളക്കാർക്ക് ഇങ്ങോട്ട് പോയി. അവിടെയാണ് നമുക്ക് സംശയിക്കപ്പെടേണ്ടി വരുന്നത്. മൊസാദിന്റെ ആസ്ഥാനം ആക്രമിച്ചു, ആയിരക്കണക്കിന്, അതായത് 1500ഓളം പട്ടാളക്കാർ അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ വീഴുന്ന ഓരോ ക്ലസ്റ്റർ ബോംബിലും പട്ടാളക്കാർ നിരവധി കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ലെബനോനുമായിട്ടുള്ള യുദ്ധത്തില് ലെബനോൻ ഇസ്രായേലിൻ പട്ടാളക്കാരെ കൊന്നു തള്ളുന്നുണ്ട്. ഇറാന്റെ പട്ടാള സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്രായേലിന് സങ്കല്പിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറം. ലക്ഷക്കണക്കിന് വരുന്ന ഇറാന്റെ പട്ടാളക്കാരുടെ സ്ഥാനത്ത് ഇവിടെ ആയിരങ്ങൾ മാത്രമാണ് ഇപ്പുറത്ത് ഇസ്രായേലിലുള്ളത്. കാരണം ആകെ കുറച്ച് ജനമേ ഉള്ളവർ. ആ ജനങ്ങളെ തന്നെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ബങ്കറിൽ തന്നെയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് താമസിക്കാനുള്ള വീടോ മറ്റു കാര്യങ്ങളോ ഇപ്പോഴും ഇല്ല. അതായത് മുഴുവൻ പ്രദേശങ്ങളും, ഏകദേശം തന്ത്രപ്രധാനമായ മുഴുവൻ പ്രദേശങ്ങളും ഇറാൻ തകർത്തു കഴിഞ്ഞു. അത് ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പറയുന്നില്ല എന്നുണ്ടെങ്കിലും ഏതായാലും പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഇറാനെ തകർക്കാൻ വേണ്ടി അവർ കൂടെ ശ്രമം നടത്തിക്കൊണ്ട് അവിടെയും ഇവിടേക്ക് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇസ്രായേലിന്റെ ഉള്ളിൽ വലിയ പരുക്കാണ് നടക്കുന്നത് എന്ന് തന്നെയാണ്. നോക്കൂ, മറ്റൊരു വാർത്ത പുറത്തു വന്നത് ജെറാൾഡ് കപ്പലിനെ കുറിച്ചാണ്. ജെറാൾഡ് കപ്പലിന് ഉള്ളിൽ ഒരു ചെറിയൊരു തീപിടുത്തം പിടിച്ചതാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ചില മീഡിയകൾ, പാശ്ചാത്യ മീഡിയകൾ, അമേരിക്കയ്ക്ക് ഉള്ളിൽ നിന്നൊക്കെ പ്രസിദ്ധീകരിക്കുന്ന മീഡിയകൾ പറഞ്ഞു കഴിഞ്ഞു ഇറാന്റെ മിസൈലേറ്റ് വലിയ അപകടമാണ് ആ കപ്പലിന് സംഭവിച്ചത്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് 1 വർഷം എന്നാ. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 1 വർഷത്തെ കാര്യമാണ് പറഞ്ഞിരുന്നത്. 1 വർഷമല്ല, 2 വർഷമെങ്കിലും വേണം അത് റിപ്പയർ ചെയ്ത് അതൊന്ന് പഴയപോലെ ആക്കാൻ എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഇറാൻ ആക്രമിക്കാൻ വന്ന 2 കപ്പലുകൾ, അബ്രഹാം ലിങ്കനും ജെറാൾഡും, രണ്ടും തീർന്നു. ആ അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം ഹോർമൂസിലേക്ക് വന്ന 2 കപ്പലുകൾക്ക് ഇതേ അവസ്ഥ വരും എന്ന് ഇറാൻ പറഞ്ഞപ്പോൾ ഒരു വേഗം ഓടിച്ചു പോയത്. അങ്ങനെ പുറമേ നിന്ന് ട്രംപിനെ ഒരു വഴിക്കാക്കുന്നു, അകത്ത് ഇസ്രായേലിനെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ട്രംപിന് സംഭവിക്കുന്ന മറ്റൊരു കാര്യം, തങ്ങളുടെ സഖ്യകക്ഷികളൊക്കെ പിന്മാറിപ്പോകുന്നു. ഇപ്പൊ ഇറ്റലി ആയുധ കരാറുണ്ട്, ആ ആയുധ കരാർ അവർ പിൻവലിക്കുന്നു അല്ലെങ്കിൽ അവർ പുതുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ബ്രിട്ടനും ഫ്രാൻസും അതുപോലെ നാറ്റോ രാജ്യങ്ങളൊന്നും അമേരിക്കയെ പിന്തുണച്ചില്ല, ട്രംപിനെ പിന്തുണച്ചില്ല. അതായത് ഒരു പുതിയ ലോകക്രമം, അമേരിക്ക 1ാം സ്ഥാനത്ത് എന്നുള്ള അതങ്ങോട്ട് അവസാനിക്കുന്നു, അപ്രമാദിത്യം അവസാനിക്കുന്ന നിലയിലേക്ക് എത്തുന്നു. ഏതായാലും ട്രംപിന്റെ ചില മോഹങ്ങൾ അത് നടക്കാതെ വന്നതിന്റെ നിരാശ മറച്ചു വെക്കാൻ ഇറാന് 2 ദിനങ്ങൾ ഞങ്ങൾ സമ്മാനമായിട്ട് തരുന്നുണ്ട് എന്ന് പറയുന്ന ഭീഷണി, ഇനി അതിനെ നേരിടാനായിരിക്കും ഇറാന്റെ ശ്രമം. എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ പറയുന്നത്. ട്രംപ് ആയതുകൊണ്ട് വരാതിരിക്കാനും വരാനും സാധ്യതയുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അതോടുകൂടി ട്രംപിന്റെ കാര്യം ചിലപ്പോൾ തീരുമാനമായി എന്ന് വരും. Different angles. Don't forget to subscribe and support this channel.